ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള ട്രെയിൻ കയറിയ സംഭവം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറഞ്ഞാൽ വണ്ടി വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിൽ എത്താൻ വൈകി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് വണ്ടി വന്നിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായി കേട്ടോ. അപ്പോൾ ഓടിപ്പിടിച്ച് കയറുന്നതിനിടയിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അതിന് ശേഷം ഗുരുവായൂരിൽ നിന്നുള്ള ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതും രാവിലെയല്ലേ 5:50 ട്രെയിനായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ നമ്മൾ 6:45 ഒരു ലോക്കൽ കണ്ണൂരേക്ക് ഡയറക്റ്റ് കണ്ണൂരേക്കുള്ള ഒരു ലോക്കൽ ട്രെയിനായിരുന്നു. അതിനാണ് കയറിയത്. അല്ലെങ്കിൽ ക്രിസ്മസും വെക്കേഷനും ആയതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഈ സമയത്തുള്ള ഈ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. തിരക്കേ ഉണ്ടായിട്ടില്ല സത്യത്തിൽ. അപ്പം ഞങ്ങൾ കണ്ണൂർ വന്നു. കണ്ണൂരിൽ നിന്ന് പറശ്ശിനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായത്. എന്താണ് വീട്ടിൽ പോയിട്ട് പറശ്ശിനിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് വേറെ എന്തെങ്കിലും കാരണത്താൽ നടക്കാൻ ചാൻസ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി പറശ്ശിനിയിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നു. അപ്പോൾ നേരെ ഇത് വളപട്ടണം പാലമാണ്, വളപട്ടണം പുഴയാണിത്. അപ്പോൾ വളപട്ടണം പാലത്തിലൂടെ ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ പറശ്ശിനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനും മക്കളും മാത്രമാണ് പറശ്ശിനിയിലേക്ക് പോയത്. അപ്പോൾ ചേച്ചിയുടെ മോൻ വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിൻ്റെ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടോ. പറശ്ശിനിക്കടവിൽ കിച്ചുവിന് പറശ്ശിനിയിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മുത്തപ്പനെ കാണണം. ഇത് പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ, കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അവിടെ ഇത് വളപട്ടണം പുഴേൻ്റെ കരയിലാണ് പറശ്ശിനിക്കടവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ പറശ്ശിനിക്കടവ് അമ്പലമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. മുത്തപ്പനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ് പറശ്ശിനിയിൽ. കണ്ണൂർ, തലശ്ശേരി അങ്ങനെയുള്ള ഇത്. ഞാൻ പഠിച്ചതും വളർന്നൊക്കെ കണ്ണൂരാണ്. എൻ്റെ അമ്മ വീട് തലശ്ശേരിയാണ്. പക്ഷേ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയെല്ലാം താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അമ്മേൻ്റെ തറവാട് കണ്ണൂരും അച്ഛൻ്റെ തറവാട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇരണാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഞങ്ങൾ അച്ഛൻ പാരമ്പര്യ വൈദ്യന്മാരായതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടുണ്ടായത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പറശ്ശിനിയിൽ അമ്പലത്തിൻ്റെ അവിടെ പരിസരങ്ങളിലൊക്കെ കിച്ചു ഇങ്ങനെ ഓടി നടന്ന് ഓരോ കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അധിക സമയം അവിടെ ചിലവഴിക്കാൻ ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് ടയേർഡാണ്, കുട്ടികളും ഞാനൊക്കെ ടയേർഡാണ്. അപ്പം വേഗം തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിൽ അവിടെ പോയി അവിടെ പോയാൽ അറിയാം, പറശ്ശിനിയിൽ പോകുന്നവർക്കറിയാം, ചായയും ഒരു പയറും അവിടെ പോയപാടെ നമുക്ക് കിട്ടും. അത് കഴിച്ച് കുറച്ച് വീട്ടിലേക്ക് എടുത്തു. നേരെ തിരിച്ചിട്ട് വരുമ്പോൾ വച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ അവൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് അവൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു മക്കൾ. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി, കണ്ണൂരുള്ളത്. അവിടുന്ന് അത്യാവശ്യം ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നതിനിടയിൽ കുട്ടികൾക്ക് നല്ല സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് കിച്ചുവിനെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കാം. കിച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കിച്ചുവിൻ്റെ നിർബന്ധമായിരുന്നു വെക്കേഷൻ ആയപ്പോൾ തന്നെ തൊട്ടത് നാട്ടിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഏട്ടനെയൊക്കെ കിട്ടിയതുകൊണ്ട് അവൾ നല്ല ഹാപ്പിയിലായിരുന്നു. ഇതാണ് നമ്മുടെ നാട്. നമ്മളിപ്പോൾ അമ്മയൊക്കെ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ നല്ല ഒന്ന് അത്യാവശ്യമായിട്ട് നമ്മൾ നല്ല ടയർഡായിരുന്നു. അറിയാമല്ലോ, ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ AC റൂമിൽ ഒരു ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. ഇത് കിച്ചു നല്ല ഹാപ്പിയിലാണ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചിട്ട്
ഭയങ്കര മദ്യം മറന്നിട്ടുള്ള കളിയാണ്. അല്ലെങ്കിൽ ഓൾക്ക് തീരെ വയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് കിടന്നുറങ്ങും. പക്ഷേ ഏട്ടനെല്ലാം കിട്ടിയാലും ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ അവൾ കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവൾ പറഞ്ഞത് എനിക്ക് വേണം, അവിടെ കുഞ്ഞുട്ടനും ശിവാനീച്ചെല്ലാം വരുമ്പോൾ നമുക്ക് കളിക്കാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇതെന്താണെന്നൊന്നും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇവർ ഇതിനെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് കളിച്ച് നന്നായിട്ട് നല്ല എന്താ കുട്ടികൾ ഇരുന്ന് കളിക്കും ഈ സംഭവം കൊണ്ട്. ഓടിച്ചാടിയിട്ടൊന്നും കളിക്കില്ല. പക്ഷേ ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.